നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓട്ടോസ്കോപ്പ്, എപ്പിഡോക്സ്, തെർമോസ്, ഓട്ടോക്സി. ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്. റിനോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി. റിനോളജി എന്നത് ചെവിയെക്കുറിച്ചുള്ള പഠനമാണ്. കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? മടക്കാട്, ചിറ്റൂർ, നെല്ലിയാമ്പതി, മുതലമട. കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുതലമട. ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിച്ച ജില്ല ഏത്? തൃശ്ശൂർ, ഇടുക്കി, പാലക്കാട്, കണ്ണൂർ. തൃശ്ശൂർ ജില്ലയിലായിരുന്നു. കേന്ദ്ര വാഴക്കുളം നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വാഴക്കുളം, കായംകുളം, ആനക്കയം, തിരുവല്ല. കേന്ദ്ര വാഴക്കുളം നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ജമ്മു കാശ്മീർ, പശ്ചിമ ബംഗാൾ, ഹരിയാന, മിസോറാം. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ളത് പശ്ചിമ ബംഗാളിലാണ്. കാശ്മീരി മാനുകളുടെ ഏക സംരക്ഷിത പ്രദേശം? ഹെമീസ് നാഷണൽ പാർക്ക്, ഡച്ചിഗാം നാഷണൽ പാർക്ക്, നന്ദൻ കാനൽ, കാസിരംഗ നാഷണൽ പാർക്ക്. ഡച്ചിഗാം നാഷണൽ പാർക്കിലാണ്. വനസംരക്ഷണ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരം ഏത്? ഇന്ദിര പ്രിയദർശിനി, ഓസ്കാർ, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്. ഇന്ദിര പ്രിയദർശിനി അവാർഡാണ്. പ്രൊജക്റ്റ് ടൈഗർ എന്ന പദ്ധതി ആരംഭിച്ചത് എന്ന്? 1971, 1975, 1982, 1985. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത് 1973 കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏത്? പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, മലപ്പുറം. കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? റാംഡിയോ മിശ്ര, റേച്ചൽ കഴ്സൺ, വാൾട്ടർ ജി റോസൻ, ബീർബർ ഫാക്മി. റാഡിയോ മിശ്രയാണ്. ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? KA റഹ്മാൻ, സുരേഷ് കീഴാറ്റൂർ, CK ജാനു, T പ്രകാശൻ. ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയത് KA റഹ്മാനായിരുന്നു. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? വ്യാഴം, ശനി, ശുക്രൻ, ബുധൻ. സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമായി അറിയപ്പെടുന്നത് നമ്മുടെ ശുക്രനാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കൻ വനിത ആര്? എയ്ലിൻ കോളിൻസ്, യൂറി ഗഗാറിൻ, സാലി കെ റൈഡ്, വാലന്റീന തെരഷ്കോവ. സാലി കെ റൈഡായിരുന്നു. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച റോക്കറ്റ് ഏത്? അറ്റ്ലസ്, സ്കൈലാസ്, ടിറോസസ്. ഇവയൊന്നുമല്ല. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച റോക്കറ്റാണ് അറ്റ്ലസ്. സർദാർ പട്ടേൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അഹമ്മദാബാദ്, മുംബൈ, ജയ്പൂർ, ചെന്നൈ. സർദാർ പട്ടേൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. ദി വാൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? സൗരവ് ഗാംഗുലി, സച്ചിൻ ടെണ്ടുൽക്കർ, സഹീർ ഖാൻ, രാഹുൽ ദ്രാവിഡ്. രാഹുൽ ദ്രാവിഡാണ്. മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? മുത്തും പവിഴവും, മലയാളത്തനിമ, നൃത്തം, അഭ്യാസം.
മണിപ്രവാളം എന്ന വാക്കിന് അർത്ഥം മുത്തും പവിഴവും എന്നാണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആര്? വിശ്വനാഥൻ ആനന്ദ്, ആനന്ദമൂർത്തി, നിഹാൻ സരിൽ, മുഹമ്മദ് അലി. നിഹാൻ സരിലായിരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദം ഏത്? കബഡി, ക്രിക്കറ്റ്, വോളിബോൾ, ബുഷ്കാസി. അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദമാണ് ബുഷ്കാസി. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം ഏത്? അരുവിപ്പുറം, പൊന്നാനി, തിരൂർ, പറവൂർ. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം തിരൂരാണ്. നിളയുടെ കഥാകാരൻ എന്ന വിശേഷണമുള്ള എഴുത്തുകാരൻ ആര്? പൂന്താനം നമ്പൂതിരി, കുമാരനാശാൻ, MT വാസുദേവൻ നായർ, ഉള്ളൂർ. MT വാസുദേവൻ നായർക്കാണ്. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസിക ഏത്? പശ്ചിമോദയം, സമദർശി, മിതവാദി, രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസികയായിരുന്നു പശ്ചിമോദയം. 2020 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാര്? M. മുകുന്ദൻ, P. സച്ചിദാനന്ദൻ, ശ്രീകുമാരൻ തമ്പി, OV വിജയൻ. M. മുകുന്ദനായിരുന്നു അർഹനായത്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? തയാമിൻല, ആൽബിനിയ, അനോസ്മിയ, ബയോട്ടിൻ. ആൽബിനിയ എന്നാണ് പറയുന്നത്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എത്ര? 25 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, 32 സെൻറ്റിമീറ്റർ, 41 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്ററാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര? 63 വയസ്സ്, 65 വയസ്സ്, 60 വയസ്സ്, 62 വയസ്സ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഇന്ത്യയിലെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? R. വെങ്കിട്ടരാമൻ, C. രാജഗോപാലാചാരി, VV ഗിരി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരിയായിരുന്നു. അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗ, യമുന, സബർമതി, ഇവയൊന്നുമല്ല. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത് സബർമതി നദിയുടെ തീരത്താണ്. മേരി ക്യൂറി ജനിച്ച രാജ്യം ഏത്? പോളണ്ട്, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞ ജനിച്ചത് പോളണ്ടിലായിരുന്നു. മോസ്മായി വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഗോവ, മണിപ്പൂർ, മേഘാലയ, മിസോറാം. മോസ്മായി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഉപഗ്രഹം തിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ കരസ്ഥമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 7ാമത്തെ, 2ാമത്തെ, 4ാമത്തെ, 9ാമത്തെ? 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ ആര്? K. കേളപ്പൻ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി. ഇവരാരുമല്ല. മഹാത്മാഗാന്ധിയുടെ പ്രഖ്യാപനമായിരുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? യങ് ഇന്ത്യ, സ്വരാജ്, ഇന്ത്യൻ ഒപ്പീനിയൻ. ഇവയൊന്നുമല്ല. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേരായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ. ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ, വിവേകാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി. സഹോദരൻ അയ്യപ്പനായിരുന്നു. നോബൽ പ്രൈസ് സമ്മാനിക്കുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ, അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ. നോബൽ പ്രൈസ് സമ്മാനിക്കുന്ന രാജ്യമാണ് സ്വീഡൻ. ലോകത്തിൽ ബ്രെഡ് ബാസ്ക്കറ്റ്
പ്രയറി പുൽമേടുകൾ കാണപ്പെടുന്ന വൻകര ഏത്? ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. ബ്രെഡ് ബാസ്ക്കറ്റ് പ്രയറി പുൽമേടുകൾ കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ്. കേരള ലിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഡോക്ടർ പൽപ്പു, കെ കേളപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ, ശ്രീനാരായണ ഗുരു. കേരള ലിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യമേത്? ബ്രസീൽ, അമേരിക്ക, ചൈന, ജപ്പാൻ. പേപ്പർ കറൻസി ആദ്യം ഉപയോഗിച്ചത് ചൈനക്കാരായിരുന്നു. തിരുവനന്തപുരത്ത് ജനിക്കുകയും ജർമ്മനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്ത വിപ്ലവകാരി ആരാണ്? മക്തി തങ്ങൾ, ഡോക്ടർ ചെമ്പകരാമൻ പിള്ള, ടി കെ മാധവൻ, അർണോസ് പാതിരി. ഡോക്ടർ ചെമ്പകരാമൻ പിള്ളയായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം 1968, 1967, 1966, 1965. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്നത് 1968 സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? അയൺ, അൽനിക്രോം, ടങ്സ്റ്റൺ, അലൂമിനിയം. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് അൽനിക്രോം. ജൽദപ്പാറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? സിക്കിം, ആന്ധ്രാപ്രദേശ്, ഒറീസ, പശ്ചിമ ബംഗാൾ. ജൽദപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏത്? തവിട്ട് കുപ്പായക്കാർ, ചുവന്ന കുപ്പായക്കാർ, കറുത്ത കുപ്പായക്കാർ. ഇവയൊന്നുമല്ല. ചുവന്ന കുപ്പായക്കാർ. മാലിനിത്താൻ പുരാവസ്തു ഗവേഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ്, ഉത്തർപ്രദേശ്, ത്രിപുര, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റ് ഏതാണ്? ലൂ, ഫോൺ, ചിനൂക്ക്. ഇവയൊന്നുമല്ല. ചിനൂക്ക് എന്ന കാറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി, പി കുഞ്ഞാലിക്കുട്ടി, കെ പി ഗോപാലൻ, ടി എ മജീദ്. കേരളത്തിലെ ആദ്യ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു കെ പി ഗോപാലൻ. കാലടിയിൽ ബ്രഹ്മാനന്ദദയം എന്ന സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതാര്? ആഗമാനന്ദൻ, ശ്രീബുദ്ധൻ, ആനന്ദതീർത്ഥൻ, ബ്രഹ്മാനന്ദ ശിവയോഗി. ആഗമാനന്ദനായിരുന്നു. ദാദാഭായ് നവറോജിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1865, 1864, 1866, 1863. 1866 സെക്സിൽ സ്ത്രീകൾ പൊതുവെ ആകർഷണീയരാകുന്ന പുരുഷഭാഗം ഏതാണ്? ചുണ്ട്, നെഞ്ചിലെ രോമം, കവിൾ, ലിംഗം. ചുണ്ടാണെന്ന് പറയപ്പെടുന്നു.